നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഇന്ത്യൻ സിനിമയിലെ സമാന്തര സിനിമ എന്ന് പറഞ്ഞ മധ്യവർത്തി സിനിമ എന്ന് പറഞ്ഞൊരു പന്താവുണ്ടല്ലോ. അതിലെ ശക്തനായ ഒരു സംവിധായകൻ കൂടി ഇവിടെ പറഞ്ഞു, ശ്യാം ബെനഗൽ. 90-ാം വയസ്സിലാണ് അദ്ദേഹം വിട പറഞ്ഞത്. 10 ദിവസം മുമ്പായിരുന്നു അദ്ദേഹത്തിന്റെ 90-ാം വയസ്സ് തികഞ്ഞത്. 90-ാം ജന്മവാർഷികം. അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഭംഗിയായിട്ട് 90-ാം വയസ്സ് ആഘോഷിച്ചിട്ടാണ് ആ വലിയ മനുഷ്യൻ പോയത്. 1934 ഡിസംബർ 14-നായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. സെക്കന്ദരാബാദിലെ ത്രിമൂൽഗിരിയിലായിരുന്നു ജനനം. അച്ഛൻ ഛായാഗ്രഹനായിരുന്നു ശ്രീധർ ബി ബെനഗൽ. പ്രശസ്ത സംവിധായകൻ ഗുരുദത്തിന്റെ ബന്ധു കൂടിയാണ് ശ്യാം ബെനഗൽ. ഡോക്യുമെന്ററികളും പരസ്യചിത്രങ്ങളും അടക്കം 900-ഓളം ചിത്രങ്ങളൊക്കെ ചെയ്ത ശേഷമാണ് അദ്ദേഹം സിനിമ സംവിധായകനായി മാറുന്നത്. സാമ്പത്തിക ലൈംഗിക ചൂഷണത്തിന്റെ കഥ പറഞ്ഞ അങ്കൂർ 1973 പുറത്തു വന്നു. അങ്കൂർ ഈ ഒറ്റ ചിത്രം മതി ശ്യാം ബെനഗൽ എന്ന് പറഞ്ഞ സംവിധായകനെ പഠിക്കാൻ. ഷബിന ആസ്മി, അനന്തനാഗിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. സ്വാതി തിരുനാൾ എന്ന് പറഞ്ഞ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയിലെ നായകൻ അനന്തനാഗ് എന്നിവരെ അങ്കൂറിലൂടെയാണ് ചലച്ചിത്ര അഭിനേതാക്കളാക്കുന്നത്. അങ്കൂർ 1973, നിഷാന്ത് 1975, മന്ഥൻ 1976, ഭൂമിക 1977. ഈ 4 ചിത്രങ്ങൾ മതി ആ ഒരു ശ്രേണിയിലുള്ള 4 വർഷം കൊണ്ട് 4 ചിത്രങ്ങൾ. ഇന്ത്യൻ സിനിമയിലെ മുൻനിര സംവിധായകരിൽ ഒരാളായി ശ്യാം ബെനഗൽ ഉയർത്തപ്പെട്ടു. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ, ആദ്യ ചിത്രം തന്നെ ഏറ്റവും മികച്ച 2ാമത്തെ ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ്, ദേശീയ അവാർഡ് നേടിയ ചിത്രമായിരുന്നു. നിഷാന്ത് ഹിന്ദിയിലെ മികച്ച ഫീച്ചർ ചിത്രത്തിനുള്ള അവാർഡും മന്ഥൻ മികച്ച ഫീച്ചർ ചിത്രത്തിനുള്ള ഹിന്ദി ചലച്ചിത്രത്തിനുള്ള അവാർഡ് നേടിയിരുന്നു. പത്മഭൂഷണും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും അടക്കം. പത്മഭൂഷൺ 1991-ലും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് 2006-ലും അദ്ദേഹം നേടി. ശ്യാം ബെനഗൽ, ഗുൽസാർ, MT വാസുദേവൻ നായർ, ഈ 3 പേരുടെ തിരക്കഥകളെ എന്നും ബഹുമാനിച്ചിരുന്ന ആളായിരുന്നു കമൽഹാസൻ. കമൽഹാസൻ പറഞ്ഞത്, ശ്യാം ബെനഗലിനെയും ഗുരുദത്തിനെയും നമ്മുടെ MT സാറിനെയും കൊണ്ടുവന്ന് ഒരു സിനിമ തിരക്കഥാ സെമിനാർ നടത്തണം എന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. അത്രയും ശക്തനായ വക്താവായിരുന്നു, നല്ല സിനിമയുടെ വക്താവായിരുന്നു ശ്യാം ബെനഗൽ. ആ അതുല്യ കലാകാരന് അഞ്ജലി അർപ്പിക്കാം. നമസ്കാരം. 2 എപ്പിസോഡുകളിലായി നമ്മുടെ ചാനലിലൂടെ പറയുന്നത് മലയാളത്തിന്റെ പുണ്യം എന്ന് പറയാവുന്ന, മലയാളത്തിന്റെ അഹങ്കാരം എന്ന് പറയാവുന്ന, തിരക്കഥാ രംഗത്തെ പെരുന്തച്ഛൻ എന്ന് വിളിക്കാവുന്ന MT വാസുദേവൻ നായർ സാറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു എന്നുള്ളതാണ് അടുത്ത 2 എപ്പിസോഡ്. ഒരു എപ്പിസോഡിലാണ് നമ്മുടെ പതിവ് ശീലം. പക്ഷേ യൂട്യൂബിൽ നിന്നൊരു നിർദ്ദേശം വന്നിരിക്കുന്നു. ഒരുപാട് നീളമാകുമ്പോൾ അത് കാണുന്നത് മുറിച്ചാണ് പലരും കാണുന്നത്. അതുകൊണ്ട് ലെങ്ത് 30 മിനിറ്റിന് താഴേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഒരു മെസ്സേജ് വന്നു, മെയിൽ വന്നു. 30 മിനിറ്റിന് താഴേക്ക് കൊണ്ടുവരാൻ ഞാൻ പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കിയത് നടക്കുന്നില്ല. 45 മിനിറ്റോ 55 മിനിറ്റോ ഒക്കെ ആയി പോകുന്നു. എന്തായാലും MT സാറിൻ്റെ അത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഒരു തീരുമാനം എടുത്തു, ഒരു എപ്പിസോഡിൽ എന്തായാലും നിൽക്കിയില്ല, അപ്പോൾ 2 എപ്പിസോഡായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം, ജീവനും മരണത്തിനുമിടയിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തിട്ട് ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞു. വരുന്ന റിപ്പോർട്ടുകളെല്ലാം ആശാവഹമാണ്. ശരീരത്തിൽ കൈയും കാലുമൊക്കെ അനങ്ങുന്നുണ്ട്, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് MT സാർ. മദ്രാസിൽ ഞാൻ മുമ്പ് ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞു എന്ന് തോന്നുന്നു, മദ്രാസിലൂടെ ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോൾ കാല് തട്ടി വീണ് നെറ്റി തറയിലിടിച്ച് സിമന്റ് സ്ലാബിലടിച്ച് പൊട്ടി രക്തം വാർന്നു പോയി. കുറെ അമ്പിളിച്ചേട്ടന് പറ്റിയതുപോലെ. ആർക്കും മനസ്സിലായില്ല ഇത് മലയാളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ കണ്ട വലിയ സാഹിത്യകാരന്മാരിൽ ഒരാളാണ് ഈ നിലത്ത് കിടക്കുന്നത്. പലർക്കും മനസ്സിലായില്ല. അങ്ങനെയാണ് ഒരുപാട് രക്തം പോയത്. ആ കാലം മുതൽ MT സാറിന് കൊച്ചു പ്രശ്നങ്ങളുണ്ട്, ഓർമ്മക്കുറവടക്കം. പിന്നെ പ്രായത്തിന്റെ എന്താ പറയാ, അനാരോഗ്യാവസ്ഥയുണ്ട്.
എന്തായാലും എം ടി വാസുദേവൻ നായർ സാറിനെ കുറിച്ചാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എം ടി വാസുദേവൻ നായർ സാറിനെ കുറിച്ച് ഹരികുമാർ സാർ ചെയ്ത ഒരു ഡോക്യുമെന്ററിയിൽ ഷൂട്ടിങ്ങിൽ മാത്രം ഞാൻ വർക്ക് ചെയ്തു. ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ പിണങ്ങിപ്പോയി. ഷൂട്ടിങ്ങിൽ വർക്ക് ചെയ്യുമ്പോൾ ജയകുമാർ സാറായിരുന്നു തിരക്കഥ. അതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് കൂടല്ലൂരിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോകാനും അദ്ദേഹം അവധിക്കാലങ്ങളിൽ വന്ന് താമസിക്കാൻ വേണ്ടി നാട്ടിൽ കിട്ടിയ വീട്ടിൽ പോകാനും നിളയുടെ സൗന്ദര്യം ആസ്വദിച്ച് എം ടി സാർ നടക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം നടക്കാനും ഒക്കെ, അതുപോലെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന അമ്പലങ്ങളിലൊക്കെ പോകാനും ഒക്കെ എനിക്കൊരു ഭാഗ്യം കിട്ടി ആ ഡോക്യുമെൻ്ററിക്ക് പോയതുകൊണ്ട്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, സുഹൃതം, അദ്ദേഹം തിരക്കഥ എഴുതിയ സുഹൃതത്തിലും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. സുഹൃതത്തിൻ്റെയും ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ പിണങ്ങിപ്പോയി, ഡോക്യുമെൻ്ററിയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോഴും ഞാൻ പിണങ്ങിപ്പോയി. അതിൻ്റെ ബാക്കി എഡിറ്റിങ്ങിനും ഡബിങ്ങിനും ഒന്നും ഞാൻ പോയില്ല. പൊന്നാനി താലൂക്കിൽ കൂടല്ലൂരിൽ 1933 ജൂൺ 15 മലയാളത്തിൻ്റെ അഭിമാനമായ എം ടി എന്ന രണ്ടക്ഷരത്തിൽ അറിയുന്ന മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ജനിച്ചു. ടി നാരായണൻ നായരാണ് അച്ഛൻ, അമ്മാളു അമ്മ അമ്മ. അച്ഛൻ ശ്രീലങ്കയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. കുമാരനെല്ലൂർ ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം, പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് BSc കെമിസ്ട്രിയിൽ ബിരുദം എടുത്തു. പട്ടാമ്പി ഹൈസ്കൂളിൽ ലീവ് വേക്കൻസിയിൽ കുറേ മാസം അധ്യാപകനായി. MB ട്യൂട്ടോറിയലിൽ 2 വർഷം ട്യൂഷൻ മാസ്റ്ററായി. 1956 മാതൃഭൂമിയിൽ സബ് എഡിറ്റർ ട്രെയിനിയായി. 2 മണിക്കൂർ, അങ്ങനെ കോഴിക്കോടെത്തി 2 മണിക്കൂർ രാവിലെ ട്യൂഷൻ എടുക്കും കുട്ടികൾക്ക്. 10 മണി മുതൽ 5 മണി വരെ മാതൃഭൂമിയിൽ ജോലി ചെയ്യും. മാതൃഭൂമി വീക്കിലി ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് 7-8 മണി വരെ പോകാം. രാത്രി വന്നിരുന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തും വായനയും ഒക്കെ. പിന്നെ പത്രാധിപരായി, മാതൃഭൂമി വാരികയുടെ കഥാകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, വേണമെങ്കിൽ ഗാനരചയിതാവും. വളർത്തുമൃഗങ്ങൾ എന്ന പടത്തിൽ അദ്ദേഹം പാട്ടും എഴുതിയല്ല. മുറപ്പെണ്ണാണ് ആദ്യ തിരക്കഥ. സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന കഥയ്ക്ക് ശോഭന പരമേശ്വരൻ നായർ, സുഹൃത്തായ ശോഭന പരമേശ്വരൻ നായർ പിടിച്ചിരുത്തിയാണ് തിരക്കഥ എഴുതിച്ചത്. എനിക്കിത് വഴങ്ങില്ല എന്ന് പറഞ്ഞ് MT സാർ പിൻവാങ്ങാൻ നോക്കിയാണ്. വാസുവിന് വഴങ്ങും, വാസു എഴുതുകയെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എഴുതിയതാണ്. അങ്ങനെ എഴുതിച്ചില്ലായിരുന്നെങ്കിൽ MT സാറിൻ്റെ മനോഹരമായ എത്ര സിനിമകൾ നമുക്ക് കിട്ടില്ലായിരുന്നു. തനിക്ക് തിരക്കഥ എഴുത്ത് ശീലമില്ല എന്നൊക്കെ MT പറഞ്ഞൊഴിയാൻ നോക്കിയെങ്കിലും ധാരാളം സ്ക്രീൻ പ്ലേകൾ വായിച്ച് ഇതിൻ്റെ എല്ലാ മാർഗങ്ങളും മനസ്സിലാക്കിയ ഒരാളായിരുന്നു. എപ്പോഴെങ്കിലും അതെടുത്ത് ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു MT സാർ. തിരക്കഥകളൊക്കെ, വിദേശ തിരക്കഥകളൊക്കെ എടുത്ത് വായിക്കുമായിരുന്നു. മുറപ്പെണ്ണ് എഴുതി കഴിഞ്ഞ് വായിച്ചു കേട്ടവർക്കൊക്കെ വളരെയധികം ഇഷ്ടമായി. അന്നുവരെ സിനിമയിൽ തിരുവിതാംകൂർ ഭാഷ കേട്ടിട്ടുള്ളവർ പുരികൊച്ചൊളിച്ചു. കാരണം വള്ളുവനാടൻ ഭാഷയിലാണ് MT സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നത്. പിന്നെ വള്ളുവനാടൻ ഭാഷയായി തിരുവിതാംകൂറുകാരും സിനിമകളിൽ ഉപയോഗിക്കുന്നു. മുറപ്പെണ്ണിൽ തനി വള്ളുവനാടൻ ഭാഷയാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. വിതരണക്കാർ സംശയം പറഞ്ഞു, ഈ ഭാഷ കൊണ്ട് എന്നാൽ പടം ഓടുന്നുള്ള കാര്യം സംശയമാണ് എന്ന് പറഞ്ഞു. പക്ഷേ പടം പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമായി. നിർമാല്യമാണ് MT സാർ സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ. നിർമാല്യം, കടവ്, ഒരു വടക്കൻ വീരഗാഥ, സതയം, പരിണയം മുതലായ ചിത്രങ്ങൾ ദേശീയ അവാർഡുകൾ MT സാറിന് നേടിക്കൊടുത്തു. ബന്ധനം, ഓളവും തീരവും, ഓപ്പോള്, ആരൂഢം, വളർത്തുമൃഗങ്ങൾ, അനുബന്ധം, തൃഷ്ണ, ഇടവഴിയിലെ മിണ്ടാപ്പൂച്ച, അമൃതംഗമയ, പെരുന്തച്ചൻ, സുഹൃതം, ഒരു ചെറുപുഞ്ചിരി, തീർത്ഥാടനം മുതലായ സിനിമകൾ അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡുകൾ നേടിക്കൊടുത്തു. കടവ് സിംഗപ്പൂർ, ജപ്പാൻ ചലച്ചിത്രോത്സവങ്ങളിൽ പുരസ്കാരങ്ങൾ നേടി. പ്രേം നസീർ അവാർഡ്, നാലുകെട്ടിന് 1996 അവാർഡ്, രണ്ടാം മുഴം വയലാർ അവാർഡ് നേടിക്കൊടുത്തു. മുട്ടത്തുവർക്കി അവാർഡും MTക്ക് കിട്ടി. നാലുകെട്ട്, സ്വർഗം തുറക്കുന്ന സമയം, ഗോപുരനടയിൽ എന്നീ 3 പുസ്തകങ്ങൾക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടി. വാനപ്രസ്ഥത്തിന് ഓടക്കുഴൽ അവാർഡ് കിട്ടി. 1996 MT ജ്ഞാനപീഠം അവാർഡ് നേടി. 2013 JC ഡാനിയൽ അവാർഡ് നേടി. അത് ബഹുരസമാണ്. JC ഡാനിയൽ പുരസ്കാരം വന്ന് ഒരുപാട് പേർക്ക് കിട്ടിയിട്ട് MTക്ക് കിട്ടിയില്ലായിരുന്നു. അദ്ദേഹം ആരോടും അവാർഡുകൾ ചോദിച്ചു വാങ്ങിക്കില്ല. ഇവിടുത്തെ വലിയ ബുദ്ധിജീവി സംവിധായകരല്ലേ ജൂറിയെ സ്വാധീനിച്ചൊക്കെ വാങ്ങിക്കാറ്. ഇദ്ദേഹം അതിനൊന്നും പോകില്ല. രാജീവ് നാഥ് അക്കാദമി ചെയർമാനായിരിക്കുമ്പോൾ ഇതുവരെ ആർക്കൊക്കെ കിട്ടി എന്നുള്ള ചുമ്മാ ഒരു ദിവസം ലിസ്റ്റ് എടുത്ത് വെച്ച് ഇനി ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ള ലിസ്റ്റ് എടുത്ത് വായിച്ചപ്പോഴാണ് അറിഞ്ഞാൽ അതിൽ MTയുടെ പേരില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സംശയമായി,
രണ്ടാമത്തെ, മൂന്നാമത്തെ, അഞ്ചാമത്തെ ഏതെങ്കിലും അവാർഡ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുമോ എന്ന് തപ്പി നോക്കുമ്പോൾ ഇല്ല, അതിൽ പേരില്ല. അദ്ദേഹം അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് എംടിക്ക് കൊടുക്കാന്ന് പറഞ്ഞ് നീട്ടി നീട്ടി കൊണ്ടുപോയി. അങ്ങനെ മറന്നുപോയി. അങ്ങനെ എംടിക്ക് 2013 ചലച്ചിത്ര അക്കാദമിയുടെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ജെ.സി. ഡാനിയൽ അവാർഡ് ലഭിക്കുന്നത്. കാലിക്കറ്റ്, കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലകളിൽ നിന്ന് 1996 ഡിലിറ്റ് ബിരുദം കിട്ടി, ഡോക്ടറേറ്റ് ബിരുദം കിട്ടി. 2005 പത്മഭൂഷൺ രാജ്യം നൽകി ആദരിച്ചു. 2005 തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം നൽകി. 2011 കേരള സർക്കാരിന്റെ എഴുത്തച്ഛൻ പുരസ്കാരം എംടിക്ക് ലഭിച്ചു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പർ, ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ, നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഫിലിം സെൻസറിംഗ് എന്നിവയിലെല്ലാം അദ്ദേഹം അംഗമായിരുന്നു. 1998 ഇന്ത്യൻ പനോരമയുടെ ചെയർമാനായി. 2008 കൊൽക്കത്ത നേതാജി ഓപ്പൺ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഡിലിറ്റ് നൽകി ആദരിച്ചു. തുഞ്ചൻ സ്മാരകത്തിന്റെ അധ്യക്ഷനാണ്. കാട് കയറി സാമൂഹ്യ വിരുദ്ധന്മാർ കയറി ഇറങ്ങി നശിപ്പിച്ചിട്ടിരുന്ന സ്ഥാപനമായിരുന്നു തുഞ്ചൻ സ്മാരകം തിരൂരിൽ. നിങ്ങൾ കഴിയുമെങ്കിൽ ഈ പ്രോഗ്രാം കാണുന്നവർ പോയി കാണണം. ഒരു ലക്ഷ്യബോധമുള്ള ഒരാൾ അതിൻ്റെ അധ്യക്ഷനായാൽ എന്താവുമെന്ന്. ഇപ്പൊ തുഞ്ചൻപറമ്പ് ഒരു വലിയ സാംസ്കാരിക നിലയമാണ്. എംടിയുടെ തിരഞ്ഞെടുത്ത കഥകൾ എന്ന് പറഞ്ഞൊരു വലിയ പുസ്തകമുണ്ട്. എനിക്ക് തോന്നുന്നു മനോരമയാണ് ഇറക്കിയിരിക്കുന്നത്. മനോരമയല്ല, തൃശ്ശൂർ കറണ്ട് ഇറക്കിയിരിക്കുന്നത്. അതിലെ എംടി എഴുതുകയാണ്, ഒട്ടാകെ എത്ര കഥകൾ എഴുതിയെന്ന് തിട്ടമായി അറിയില്ല. വ്യക്തമായിട്ട് അറിയില്ല എന്ന് പറയുന്നതാണ്, തിട്ടമായിട്ട് അറിയില്ല. പല കഥകളും നഷ്ടമായി. ആദ്യ കഥകൾ പത്രമാസികകൾ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു. അച്ചടിച്ച് വന്നവയിലും പലതും നഷ്ടമായി. ഈ സമാഹാരത്തിന്, ഈ എംടിയുടെ തെരഞ്ഞെടുത്ത കഥകൾ എന്നുള്ള ഈ സമാഹാരത്തിന് ഞാൻ ആദ്യം ഇടാനിരുന്ന പേര് അപൂർണം എന്നായിരുന്നു. കാരണം എനിക്കിനിയും എഴുതാനുണ്ട്. ചില വർഷങ്ങൾക്ക് ശേഷവും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. ആദ്യം ഞാൻ ലേഖനങ്ങൾ എഴുതി നോക്കി, പിന്നെ കവിതകൾ എഴുതി നോക്കി, കഥകൾ എഴുതി നോക്കി. എനിക്ക് പ്രിയപ്പെട്ട അഥവാ പ്രവർത്തിക്കാൻ രസം തോന്നുന്ന സാഹിത്യരൂപം ചെറുകഥയാണെന്ന് പിന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. ചെറുകഥയ്ക്ക് എനിക്ക് പക്ഷപാതപരമായ പ്രത്യേകമായ ഒരു പക്ഷപാതമുണ്ട് എന്നാണ് എംടി സാർ പറയുന്നത്. കവിത പോലെ തന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കാവുന്ന അല്ലെങ്കിൽ പൂർണ്ണത ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സാഹിത്യ രൂപമാണ് ചെറുകഥ. എൻ്റെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും അധികം ഞാൻ കടപ്പെട്ടിരിക്കുന്നത് കൂടല്ലൂരിനോടാണ്, അദ്ദേഹം ജനിച്ച ഗ്രാമത്തോടാണ്. വേലായുധേട്ടൻ്റെയും ഗോവിന്ദൻകുട്ടിയുടെയും പകടകളിക്കാരൻ കോന്തുണ്ണി അമ്മാവൻ്റെയും അമ്മാമ്മയുടെയും കാതുമുറിച്ച മീനാക്ഷി അമ്മായിയുടെയും നാടായ കൂടല്ലൂരിനോടാണ് എനിക്ക് എന്നും കടപ്പാടുള്ളത് എന്ന് എംടി സാർ ആ പുസ്തകത്തിൽ പറയുന്നു. അച്ഛൻ, അമ്മ, ജ്യേഷ്ഠന്മാർ, ബന്ധുക്കൾ, പരിചയക്കാർ, അയൽക്കാർ ഇവരെല്ലാം എനിക്ക് പ്രിയപ്പെട്ട കഥാപാത്രങ്ങളാണ്. എൻ്റെ ചെറിയ അനുഭവ മണ്ഡലത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരുടെ കഥകളാണ് എൻ്റെ സാഹിത്യത്തിൽ ഭൂരിഭാഗവും. മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ എൻ്റെ തന്നെ കഥകൾ. ഇപ്പോൾ സുഹൃതം എന്ന് പറഞ്ഞാൽ അതിലെ പത്രപ്രവർത്തകനായ രവിശങ്കർ പലയിടത്തും ആ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൻ്റെ കോപ്പി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു, അയ്യോ ഇത് എംടി സാറിന് തന്നെയല്ലേ സാർ എഴുതി വച്ചിരിക്കുന്നത്. ഒരു തമാശ എന്ന നിലയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർത്തു പോകാറുണ്ട്, അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് വന്ന ശങ്കുണ്ണിയേട്ടനെ സൽക്കരിക്കാൻ എന്നെ പട്ടിണി കിടത്തിയ കഥ വായിച്ചാൽ അമ്മയ്ക്ക് എന്ത് തോന്നുമായിരുന്നു. എൻ്റെ കഥയേക്കാൾ പ്രിയപ്പെട്ടതാണ് എനിക്ക് എൻ്റെ കഥകളുടെ കഥകൾ. അത് മുഴുവൻ എഴുതാൻ തുടങ്ങുന്നില്ല. അറിയാത്ത അത്ഭുതങ്ങളെ, ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രത്തെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയെയാണ് എനിക്കിഷ്ടം. നന്ദി എൻ്റെ വായനക്കാർക്കും എൻ്റെ ഗ്രാമത്തിനും എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ ആമുഖമായിട്ട് എഴുതിയിരിക്കുന്നത്. കോളേജ് പഠന അവസാന വർഷകാലത്താണ് മാതൃഭൂമി നടത്തിയ ലോക കഥാ മത്സരത്തിലേക്ക് സർക്കസ് കൂടാരത്തിൽ കളിയില്ലാത്ത സമയത്തെ കാഴ്ചകൾ കണ്ട് എഴുതിയ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഞാൻ അയച്ചു കൊടുക്കുന്നത്. വളർത്തുമൃഗങ്ങൾ സിനിമ നിങ്ങൾ കണ്ടു നോക്കണം, എന്ത് നല്ല സിനിമ എന്നറിയും. ഒരു മുറി കണ്ണാടിയിൽ ഒന്നും നോക്കി അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് മാധവി കണ്ണാടിയിൽ നോക്കി പാടുന്ന ഒരു പാട്ടുണ്ട്, എംടി സാർ എഴുതിയതാണ്. വേറെയും 2-3 പാട്ടുണ്ട്, സുകുമാരൻ പാടുന്ന ഒരു പാട്ടൊക്കെ ഉണ്ട്. ലോക കഥാ മത്സരം മാതൃഭൂമി നടത്തിയപ്പോൾ അതിലേക്ക് അദ്ദേഹം വെറുതെ അയച്ചതാണ്. ലോക കഥകളിൽ നിന്നുള്ള മത്സരത്തിൽ എൻ്റെ കഥ
തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഒരിക്കലും എം ടി സാർ വിചാരിച്ചിരിക്കില്ല. മാസങ്ങൾക്ക് ശേഷം ആ വാർത്ത മാതൃഭൂമിയിൽ വന്നു. കുറെ കഴിഞ്ഞ് ആ കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നു. 500 രൂപയായിരുന്നു സമ്മാനം. അക്കാലത്ത് അതൊരു വലിയ തുകയായിരുന്നു. അതോടെ പല പ്രസിദ്ധീകരണങ്ങളും കഥകൾ ചോദിക്കാൻ തുടങ്ങി. അത് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി. ഏത് ദേവനും ദേവിയും ഇല്ല എന്ന് സമ്മതിച്ചാലും അദ്ദേഹം നിരീശ്വരവാദി എന്ന് കേട്ടാൽ ഒരിക്കലും അല്ല. എന്നാൽ ഒരു അന്ധവിശ്വാസിയാണോ എന്ന് കേട്ടാൽ ഒരിക്കലും അല്ല. പക്ഷേ നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ തുടക്ക ദിവസമൊക്കെ ചന്ദനക്കുറിയൊക്കെ അദ്ദേഹം എടുത്തിടാറുണ്ട്. അപ്പം അദ്ദേഹം ഒരു എന്താ പറയുക, ഈ യുക്തിവാദി സംഘടനകളുടെ ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ച ഒരു പ്രസക്തമായ വരിയാണ് ഞാൻ ഈ പറയുന്നത്. ഏത് ദേവനും ദേവിയും ഇല്ലെന്ന് സമ്മതിച്ചാലും കൊടിക്കുന്നത്ത് കാവിലമ്മ ഇല്ലെന്ന് സമ്മതിക്ക വയ്യ. ഒരു യുക്തിവാദി സമ്മേളനത്തിലാണ് എം ടി അത് പറഞ്ഞത്. അദ്ദേഹത്തിന് വലിയ വിശ്വാസമുള്ള ദേവിയാണത്. കൂടല്ലൂരിലെ മലമക്കാവ് ദേവീക്ഷേത്രത്തിലെ അമ്പലക്കുളത്തിൽ ഇളം നീല നിറമുള്ള ചെങ്ങഴിനീർ പൂവ് പിരിയാറുണ്ട്. എം ടി ചെന്നപ്പോൾ 4-5 നീലത്താമരകൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു. നീലത്താമര എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടു നോക്കണം. നല്ല സിനിമ. ഈ പുതിയ നീലത്താമരയല്ല, രവി മേനോനും അമ്പിയെയൊക്കെ അഭിനയിച്ച നീലത്താമര കണ്ടു നോക്കണം. നമ്മുടെ പ്രശസ്തനായ ഛായാഗ്രാഹകൻ അകാലത്തിൽ മരിച്ചുപോയ രാമേന്ദ്ര ബാബു സാറാണ് എം ടി സാറിൻ്റെ ഇപ്പം വടക്കൻ വീരഗാഥ പോലുള്ള അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയ സിനിമകളായാലും ശരി, എം ടി സാർ സംവിധാനം ചെയ്ത ആദ്യ സിനിമയായ നിർമാല്യമായാലും ശരി, പിന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങളായാലും ശരി, ഇതൊക്കെ ചിത്രീകരിച്ചത് രാമചന്ദ്ര ബാബു സാറാണ്. ബാബു സാർ പറയുന്നത് എം ടി സ്ക്രിപ്റ്റിലെ പ്രത്യേകത ദൃശ്യങ്ങൾ എന്തൊക്കെ വേണമെന്ന് വ്യക്തമായ വിവരങ്ങളുണ്ടാവും. ഡയലോഗ് മാത്രമല്ല എം ടി തിരക്കഥകളിൽ ഉണ്ടാവുക. അതിൻ്റെ ലൊക്കേഷൻ, പരിസ്ഥിതി തുടങ്ങി എങ്ങനെ തുടങ്ങണമെന്നുള്ള സൂചനകൾ വരെ അതിലുണ്ടാകും. നിർമാല്യം ഷൂട്ട് ചെയ്തത് എടപ്പാളിനടുത്തുള്ള മൂക്കുതല എന്ന ഗ്രാമത്തിലാണ്. മലബാറിൽ അക്കാലത്ത് രാത്രി വോൾട്ടേജ് കുറവായിരിക്കും. ഒരു 140-150 വോൾട്ടേജേ ഉണ്ടാവും. വൈകിട്ട് 6 മുതൽ 9 വരെ അങ്ങനെയാണ് അവിടെ എടപ്പാളിൽ. അതുകൊണ്ട് രാത്രി 9 മണിക്ക് ശേഷമാണ് നിർമാല്യം ചിത്രീകരിച്ചത്. വെളിച്ചപ്പാടിൻ്റെ അവസാന ഭാഗം ഷൂട്ട് ചെയ്യാനായി ഗ്രാമത്തിൽ ഉത്സവം സംഘടിപ്പിച്ചു. ആ സമയം ഫിലിം തീർന്നുപോയി. എം ടിയുടെ കയ്യിൽ കാശുമില്ല. എം ടി തന്നെയാണല്ലോ ആ പടത്തിൻ്റെ നിർമ്മാതാവ്. എവിടെ നിന്നോ കുറച്ച് കാശ് സംഘടിപ്പിച്ചു. വേറെ ഒരു ലൊക്കേഷനിൽ എ വിൻസെന്റിന്റെ സിനിമ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് 2 റോൾ ഫിലിം കടം വാങ്ങിച്ചു. എല്ലാം റെഡിയായപ്പോൾ ഷൂട്ടിംഗ് നാളത്തേക്ക് മാറ്റിവെച്ചു. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാനുള്ള ഒരുക്കങ്ങൾക്കായി എല്ലാ പേരും കൂട്ടുചേർന്നു. നിർമാല്യത്തിൻ്റെ നിർമ്മാണം നല്ല ഒരു സിനിമയ്ക്കായുള്ള ഒരു കൂട്ടായ്മയായിരുന്നു. വെളിച്ചപ്പാടിൻ്റെ വീട് ഷൂട്ട് ചെയ്യുന്ന വീടിൻ്റെയും അമ്പലത്തിനും ഇടയിലുള്ള പോസ്റ്റിൽ നിന്നും KSEBയുടെ കറണ്ട് എടുത്താണ് ഷൂട്ടിംഗ് ലൈറ്റുകൾ കത്തിച്ചിരുന്നത്. ബാക്കിയൊക്കെ വെള്ളത്തുണി റിഫ്ലക്ടറായും ഉപയോഗിക്കും. ഹരിഹരൻ, കൃഷ്ണമൂർത്തി, രാമേന്ദ്രബാബു എന്നിവരെ ഇരുത്തി എം ടി തന്നെ വടക്കൻ വീരഗാഥയുടെ തിരക്കഥ വായിച്ച് കേൾപ്പിച്ചു. ഈ 4 പേർ സംഘം തന്നെ ലൊക്കേഷനിൽ കാണാനും പോയി. എം ടി സാറും പോയി. ഒരുമാതിരിപ്പെട്ട തിരക്കഥാകൃത്തുക്കളൊന്നും അങ്ങനെ പോകാറില്ല. പക്ഷേ സംവിധായകനും ക്യാമറാമാനും പോകുന്ന കൂട്ടത്തിൽ തിരക്കഥാകൃത്തായ എം ടി സാറും കൂടി വീരഗാഥയുടെ ലൊക്കേഷനിൽ കാണാൻ പോയി. അങ്കത്തട്ട് സെറ്റിടുമ്പോൾ അതിൻ്റെ കൃത്യമായ അളവ്, ഉയരം ഒക്കെ എം ടി പറഞ്ഞു കൊടുക്കും. വീരഗാഥയുടെ ക്ലൈമാക്സിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ആക്ഷനിൽ അവസാനിപ്പിക്കണമോ വേറെ രീതിയിൽ അവസാനിപ്പിക്കണോ എന്നായിരുന്നു സംശയം. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാതെ വിട്ടു. നമ്മളിപ്പോൾ കാണുന്ന അതായിരുന്നില്ല പടത്തിൻ്റെ ക്ലൈമാക്സ്. അത് പറയുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത സുഹൃതം എന്ന് പറഞ്ഞ സിനിമയിൽ ക്യാൻസർ രോഗബാധിതനായി അതിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും ഭാര്യ എന്താ പറയുക കൈവിട്ടു പോകുന്ന അവസ്ഥ അടക്കം, അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ഇയാളുടെ വീതം വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണല്ലോ അദ്ദേഹത്തിന് അസുഖം ഭേദമാവുന്നത്. അങ്ങനെ അവസാനം നരേന്ദ്രപ്രസാദ് അഭിനയിച്ച ഡോക്ടറോട് പോയ അസുഖം തിരിച്ചു തരാമോ എന്നൊക്കെ ചോദിക്കുന്ന മനോഹരമായ സീനുകളുള്ള സിനിമയാണ്. ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് രവിശങ്കർ അവസാനം ഒരു തീരുമാനം എടുക്കുന്നു, ജീവിതം അവസാനിപ്പിക്കാം. എം ടി സാർ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചത് ബാക്ക് ഷോട്ട് വെച്ചിട്ട് രവിശങ്കർ നടന്ന് കടലിലേക്ക് നടന്നങ്ങ് പോവും. മണൽത്തിട്ടയിലൂടെ നടന്നങ്ങ് കടലിലേക്ക് നടന്നങ്ങ് പോവും.
അദ്ദേഹം നടക്കുന്നതും പത്രത്തിൽ രവിശങ്കർ അന്തരിച്ചു എന്നുള്ളത് ഇന്റർകട്ട് ചെയ്ത് കാണിക്കാം എന്നാണ് അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയത്. ഈ ലൊക്കേഷൻ നോക്കാനായിട്ട് നമുക്ക് ക്യാമറ ലോ ആംഗിളിൽ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇറങ്ങി 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 അയാൾ കടലിലേക്ക് വെള്ളത്തിലേക്ക് പോയി എന്ന് തോന്നണം. അങ്ങനെയുള്ള ലൊക്കേഷൻ അന്വേഷിച്ച് ഞങ്ങൾ തിരുവനന്തപുരം വിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ, അങ്ങ് നാഗർകോവിലൊക്കെ പോയി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കണ്ടിട്ടും വിചാരിച്ച ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന ഒരു ക്ലൈമാക്സ് കിട്ടിയില്ല, ഒരു കടൽ കിട്ടിയില്ല, കടൽ തിട്ട കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ ആൽവിൻ ആന്റണിയാണ് സുഹൃത്തിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, കൺട്രോളർ. ആന്റണി ഒരു സജഷൻ പറഞ്ഞു. ഇവിടെ തെന്മലയിൽ മീറ്റർ ഗേജിലുള്ള ഒരു റെയിൽവേ പാളമുണ്ട്. മല തുരന്ന് അതിനകത്തൂടെയാണ് പാളം ചെയ്തിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സായിപ്പന്മാർ ചെയ്തതാ. മനോഹരമായി കാണാൻ ഭയങ്കര രസമാണ് കാണാൻ. നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, കഴിയുമെങ്കിൽ പോയി കാണണം. ഈ റെയിൽവേ തുരങ്കത്തിലേക്ക് രവിശങ്കർ ആ ഇരുട്ടിലേക്ക് കടന്നു പോകുമ്പോൾ അവിടുന്ന് ട്രെയിൻ ഇങ്ങോട്ട് പാഞ്ഞു വന്നാൽ ഭയങ്കര രസമായിരിക്കും വിഷ്വലിൽ കാണാൻ എന്ന് ആൽവിൻ ആന്റണി എന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒരു സജഷൻ വെച്ചു. ആദ്യം കേട്ടപ്പോൾ തമാശ തോന്നി, ആന്റണിയുടെ ഒരു തമാശയാണെന്ന് തോന്നി. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി തെന്മല പോയി ലൊക്കേഷൻ കണ്ടു. കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, ഭീമാകാരമായ തൂണുകൾക്ക് മുകളിലാണ് ഈ റെയിൽവേ പാളം ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നത്. ആ റെയിൽവേ പാളത്തിലൂടെ നടന്ന് അയാൾ തുരങ്കത്തിലേക്ക് രവിശങ്കർ കയറി പോകുമ്പോൾ അവിടുന്ന് എതിരെ ട്രെയിൻ വരുന്ന എടുത്താൽ കറക്റ്റാണ്, അയാൾ ട്രെയിൻ കയറി മരിച്ചിരിക്കും. അതിൽ ഇന്റർകട്ട് ചെയ്താൽ ഭയങ്കര രസമായിരിക്കും. ട്രെയിൻ വരുന്നു, ഇന്റർകട്ട് രവിശങ്കർ അന്തരിച്ചു എന്നുള്ളത്, രവിശങ്കർ നടന്നു പോകുന്ന ബാക്ക് ഷോട്ട്, അങ്ങനെ എടുത്താൽ ഭയങ്കര രസമായിരിക്കും എന്ന് മനസ്സിലായി. ഹരികുമാർ സാറ് MT സാറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ചിന്താമഗ്നായി. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടുന്ന് പുക വലിച്ചിട്ട്, പുക ഇങ്ങനെ വലിക്കണേ, ഇങ്ങനെ വലിച്ചിട്ട് ഇതിലെ കൂടെയാണ് പുക വിടണത്. അതാണ് MT സാറിൻ്റെ ഒരു പ്രത്യേകത. ഒരു ബീഡി മുഴുവൻ വലിച്ചു തീരുന്നവരും ഉണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഹരി, അതൊരു നല്ല നിർദ്ദേശമാണ്, നമുക്ക് അങ്ങനെ ചെയ്യാം. ഈഗോ ഉള്ളൊരു തിരക്കഥാകൃത്താണെങ്കിൽ, അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ പെരുന്തച്ഛൻ ഞാനാണെന്നുള്ള ഈഗോ ഉണ്ടായിരുന്നെങ്കിൽ MT സാർ അത് സമ്മതിക്കില്ല. പക്ഷേ അദ്ദേഹം വിശാലമായി ചിന്തിച്ചു. പടത്തിന്റെ എൻ്റല്ലേ, മനോഹരമായ സജഷനാണ് ആ പടത്തിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറഞ്ഞതെന്ന് കേട്ടപ്പോൾ അത് അംഗീകരിച്ച വലിയ മനസ്സുള്ള ആളായിരുന്നു MT സാർ. അങ്ങനെയാണ് കടലിലേക്ക് ഇറങ്ങി പോകുന്ന രവിശങ്കറിന് പകരം റെയിൽവേ തുരങ്കത്തിലേക്ക് പോകുന്ന സീനിൽ സുഹൃത്ത് അവസാനിപ്പിച്ചത്. അപ്പോൾ അതുപോലെ വീരഗാഥയുടെ ക്ലൈമാക്സിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് ആ ക്ലൈമാക്സ് അവസാനം എന്ത് വേണമെന്നുള്ള എഴുതി വെച്ചിരുന്നത് ഷൂട്ട് ചെയ്യാതെ വേറെ രീതിയിൽ അവസാനിപ്പിക്കണോ എന്നുള്ള ഒരു സംശയമൊക്കെ വരികയും ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാതെയാണ് ആ സിനിമ അവസാനിപ്പിച്ചത്. MTയുടെ വാരിക്കുഴി, രാമേന്ദ്ര ബാബു ആയിരുന്നു ക്യാമറമാൻ. പ്രധാന ലൊക്കേഷൻ വയനാട് സുൽത്താൻ ബത്തേരിയിലെ മുത്തങ്ങ ഭാഗത്താണ്. അതിലൊരു പ്രധാന സീക്വൻസ് എന്ന് പറയുന്നത് ഒരാന വാരിക്കുഴിയിൽ വീഴുന്നതാണ്. വാരിക്കുഴിയിൽ നിന്നും ആനയെ പിടിച്ചു കയറ്റുന്ന സീക്വൻസ് ഷൂട്ട് ചെയ്യണം. വലിയൊരു കുഴി ഉണ്ടാക്കി. അന്ന് JCB എന്ന് പറയാത്ത കാലമല്ലേ. എന്ത് ചെയ്താലും ആന കുഴിയിൽ ഇറങ്ങിയില്ല. കാരണം മുമ്പ് എപ്പോഴോ ഈ ആന ഏതോ വാരിക്കുഴിയിൽ വീണിട്ടുണ്ട്. അതിന് ആ ഓർമ്മയുള്ളതുകൊണ്ട് അത് ഈ കുഴിക്കകത്ത് ഷൂട്ടിങ്ങിനാണ് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ആനക്കാരൻ വിചാരിച്ചിട്ട് ഒരു രക്ഷയുമില്ല. പിന്നീട് കുഴിയുടെ അരികിൽ മണ്ണ് മാന്തി ചരിവുണ്ടാക്കി തടിയൊക്കെ ഇട്ട് പതുക്കെ പതുക്കെ ആനയെ എന്താ പറയുക തടിയടിപ്പിച്ച് കുഴിയിലാക്കി. എന്നിട്ട് വശങ്ങളിലൊക്കെ മണ്ണിട്ട് മൂടിയപ്പോൾ അതിന് മനസ്സിലായി ഞാനിതാ വാരിക്കുഴി വീണിരിക്കുകയാണ്. ഈ ആന പണ്ട് വാരിക്കുഴിയിൽ വീണിട്ടുള്ള ഓർമ്മയിൽ ആന വരണ്ട് ബഹളം വച്ചു. സുകുമാരനും ശങ്കരാടിയും വാരിക്കുഴിയിൽ വീണ ആനയെ ചെന്ന് നോക്കുന്ന രംഗം സൂം ചെയ്ത് ഫോക്കസ് ചെയ്ത് എടുക്കാൻ നോക്കുമ്പോൾ അവർ ആനയുടെ ബഹളത്തിൽ പേടിച്ച് തിരിഞ്ഞോടി. സുകുമാരനും ഓടി, ശങ്കരാടി ഓടിക്കളഞ്ഞു. കാരണം ആന മരണവെപ്രാളത്തിൽ കരയിൽ കയറാൻ നോക്കുന്നു. പിന്നാലെ ആന കാല് പുറത്തോട്ട് വെച്ച് കയറാനും തുടങ്ങി. MT അടക്കം ക്യാമറയുമായി ഓടേണ്ടി വന്നു. പിന്നീട് മധുരമൊക്കെ ആനപ്പാപ്പൻ ആനയ്ക്ക് കൊടുത്ത് പേടി മാറ്റി ആനയെ നിയന്ത്രിച്ചാണ് കുഴിയിൽ നിർത്തി അത് ചിത്രീകരിച്ചത്. നമ്മുടെ ഒരു സിനിമയെ ചെയ്തുള്ളെങ്കിലും തൻ്റെ കയ്യൊപ്പ് ചാർത്തി അകാലത്തിൽ പോയ ആളാണല്ലോ സംവിധായകൻ അജയൻ, തോപ്പിൽ ഭാസിയുടെ മകൻ അജയൻ. അജയൻ പറയുന്നത്, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന സബ്ജക്റ്റ് ആയിരുന്നു പെരുന്തച്ഛൻ. സ്വതന്ത്ര സംവിധായകനാകാൻ തയ്യാറെടുത്തപ്പോൾ MTയോട് ചോദിച്ചു. അദ്ദേഹത്തിന് താല്പര്യമായി. അങ്ങനെ ഞങ്ങൾ പെരുന്തച്ഛൻ ചെയ്യാൻ തീരുമാനിച്ചു. പെരുന്തച്ഛൻ്റെ തിരക്കഥയ്ക്ക് ഏറെ ദൃശ്യ സാധ്യതകൾ ഉള്ളതായിരുന്നു. അതിൻ്റെ കഥയുടെ ടേണിംഗ് പോയിന്റും മറ്റ് വിശദാംശങ്ങളും MTയുടെ ഭാവനയിൽ വന്നതാണ്. ഇഴച്ചിൽ അനുഭവപ്പെടുമായിരുന്ന സിനിമയെ ഫാസ്റ്റ് മൂവി സബ്ജക്റ്റാക്കി മാറ്റി എന്നുള്ളതാണ് MTയുടെ ക്രാഫ്റ്റിൻ്റെ ഏറ്റവും വലിയ സംഭാവന.
തിലകന്റെയും നെടുമുടിയുടെയും കഥാപാത്രങ്ങൾ അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചതാണ്. നമ്മുടെ മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്ത ലക്ഷ്മി എം.ടി. സാറിന്റെ ആരൂഢം എന്ന് പറഞ്ഞ സിനിമയിലെ നായികയായിരുന്നു, ഐ വി ശശിയുടെ ആരൂഢം. അദ്ദേഹത്തിന്റെ സവിശേഷത, ആരൂഢത്തിന്റെ വർക്കിനിടയിലാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഓരോ സീനും എഴുതുമ്പോഴും സെറ്റ് പ്രോപ്പർട്ടി പോലും അദ്ദേഹം മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കൊടി, അവിടെ ഒരു തുണി ഉണക്കി വച്ചിരിക്കുന്നു, അവിടെ ദൂരേക്ക് ഒരു കാക്ക ഇരിക്കുന്നു, ഇവിടെ ഒരു കിളിക്കൂട് വേണം, അങ്ങനെ പലതും ആ തിരക്കഥയിൽ നിന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് എന്നാണ് ലക്ഷ്മി പറയുന്നത്. അദ്ദേഹം സീൻ എഴുതുമ്പോൾ സ്വന്തം മനസ്സിന്റെ പണിശാലയിൽ ദൃശ്യവൽക്കരിക്കുകയാണ് ഓരോ സ്ക്രിപ്റ്റും. അങ്ങനെയാണ് അത് പുറത്തു വരുന്നത്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെ കണ്ടെത്തിയത് എം.ടി. ആണെന്ന് ഞാൻ പറയണ്ടല്ലോ. മമ്മൂട്ടി പറയുകയാണ്, ഐ വി ശശി സംവിധാനം ചെയ്ത് ഐ വി ശശി, സീമയും മോഹൻലാലും മമ്മൂട്ടിയും കൂടെ നിർമ്മിച്ച സിനിമയാണ് അടിയൊഴുക്കുകൾ. കരുണൻ എന്ന് പറഞ്ഞ മനോഹരമായ വേഷമാണ് മമ്മൂട്ടിക്ക്. അടിയൊഴുക്കുകൾ എഴുതുന്നതിന് മുമ്പ് മമ്മൂട്ടി എം.ടിയെ കണ്ടു. കൊച്ചിയിൽ കപ്പൽ നങ്കൂരം വിടുമ്പോൾ വെള്ളത്തിൽ ഒരളവ് വരെ അത് താഴ്ന്നു കിടക്കും. കപ്പൽ ചരക്ക് ഇറക്കി കഴിഞ്ഞാൽ കപ്പൽ പൊങ്ങും. വെള്ളത്തിൽ താഴ്ന്നു കിടന്നിരുന്ന ആ ഭാഗം തുരുമ്പെടുത്തിട്ടുണ്ടാവും. അപ്പോഴേക്കും ഈ തുരുമ്പ് പോലുള്ള മനുഷ്യരുടെ കഥ ഒന്ന് ആലോചിച്ച് നോക്കുമെന്ന് എം.ടി. സാറിനോട് മമ്മൂട്ടി ഒരു സജഷൻ വച്ചു. അടിയൊഴുക്കുകൾ ഉണ്ടാവുന്നത് മമ്മൂട്ടി പറഞ്ഞ ആ ചിന്തയിൽ നിന്നാണ്. തുരുമ്പ് പിടിച്ചു പോയ മനസ്സുള്ള ആളാണ് അടിയൊഴുക്കുകളിലെ കരണൻ. വടക്കൻ വീരഗാഥയിലെ ചന്തു 3 പ്രണയം നഷ്ടപ്പെട്ട ആളാണ്. ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ തളർത്താനാവില്ല ചന്തുവിനെ. സ്നേഹം നിഷേധിക്കപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്ത് തോൽപ്പിക്കപ്പെടുന്നവനാണ് ആ കഥാപാത്രം. ചന്തുവിന് പിന്നെയും പിന്നെയും ജീവിതം ബാക്കിയായിരുന്നു. എനിക്ക് പിറക്കാതെ പോയ മകൻ എന്നുള്ള, അറിയാലോ, അദ്ദേഹത്തെ കാണാൻ വരുന്ന 2 പിള്ളേർ വരുമ്പോൾ അതിലൊരു മകനോട് പറയുന്ന ഒരു ഡയലോഗാണ് എനിക്ക് പിറക്കാതെ പോയ മകൻ. അതുപോലെ തന്നെ വിൽക്കാൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഗൾഫിൽ നിന്ന് വന്ന സുകുമാരൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, 100ഉള്ളവൻ ധനികൻ, ലക്ഷമുള്ളവൻ ലക്ഷപ്രഭു, കോടിയുള്ളവൻ കോടീശ്വരൻ എന്ന് പറയുന്ന എം.ടി. സാറിന്റെ ഡയലോഗാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട, എന്താ പറയാ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട കമൽഹാസൻ പറയുന്നത്, സേതു സാറ് കന്യാകുമാരി സിനിമയിലേക്ക് ആദ്യമായി വിളിച്ചപ്പോൾ തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു. കണ്ണും കരളും എന്ന് പറഞ്ഞ മലയാളത്തിലെ ആദ്യത്തെ കമൽഹാസൻ അഭിനയിച്ച സിനിമയിൽ ബാലതാരമായിരുന്നു. കമൽഹാസൻ കൗമാരപ്രായക്കാരനായപ്പോൾ ഒരു സിനിമയിൽ നായകനാക്കാനായിട്ട് സേതു സാർ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യമായി വിളിച്ചപ്പോൾ തന്നെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ചാൻസ് കിട്ടും എന്ന് കമൽ ഉറപ്പിച്ചു. നായകനായി അരങ്ങേറ്റം കുറിക്കാമെന്ന് കേട്ടാണ് ചെന്നത്. സേതു സാർ കണ്ടപ്പോൾ പറഞ്ഞത്, കമൽഹാസൻ കൊള്ളാമല്ലോ, നമുക്ക് ഉടനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാം. ഇതാണ് ആദ്യ ലുക്കിൽ തന്നെ കമൽഹാസനെ കണ്ടപ്പോൾ സേതു സാർ പറഞ്ഞത്. എനിക്ക് ഇത്രയും വലിയ ഭാഗ്യം കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞതേ അല്ല. ബീച്ചിലായിരുന്നു ഫോട്ടോഷൂട്ട്. കമൽഹാസൻ സേതു സാറിനോട് ചോദിച്ചു, ആരാ എഴുതുന്നത്? എം.ടി. വാസുദേവൻ നായർ എന്നായിരുന്നു ഉത്തരം. സേതു സാറും എം.ടി. സാറും ചേരുന്ന സിനിമ, ഇതിലപ്പുറം ഒരു ഭാഗ്യമില്ല എന്നാണ് കമൽഹാസൻ പറയുന്നത്. ആ ചിത്രത്തിന് അവാർഡും കിട്ടി. കുറച്ചുകൂടി നന്നായി അഭിനയിക്കാമായിരുന്നുവെന്ന് ഇപ്പോൾ കന്യാകുമാരി കാണുമ്പോൾ തോന്നാറുണ്ട്. ഇത്രയും നല്ല വേഷമാണെന്ന് അന്ന് അറിഞ്ഞിരുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. 1974 കന്യാകുമാരി റിലീസ് ചെയ്യുന്നത്. 50 വർഷം മുമ്പുള്ള സിനിമയെക്കുറിച്ച് ഇപ്പോൾ ഇരുന്നുകൊണ്ട് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നല്ല വേഷമാണെന്ന് അന്ന് അറിഞ്ഞിരുന്നില്ലല്ലോ എന്നും തോന്നി എന്നാണ് കമൽഹാസൻ പറയുന്നത്. ആ ചിത്രത്തിന്റെ മൂല്യം പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിലെ വേഷമാണ് ആദ്യമായി എനിക്ക് ഫിലിം ഫെയർ അവാർഡ് നേടിത്തന്നത്. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന തിരക്കഥാകാരന്മാരാണ് എം.ടി. വാസുദേവൻ നായർ, ഗുൽസാർ, നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ ശ്യാം ബെന്നഗൽ. ഇവർ 3 പേരും ചേർന്നുള്ള ഒരു തിരക്കഥാ ശില്പശാല എൻ്റെ സ്വപ്നമായിരുന്നു. കാരണം എം.ടി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ കണ്ട ആദ്യ സിനിമ നിർമാല്യമാണ്. ആ പടം കണ്ട ശേഷം അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് ആഗ്രഹമായി. പക്ഷേ എം.ടി. ആരോട് സംസാരിക്കില്ല എന്ന് ഞാൻ അറിഞ്ഞു. ആദ്യം തോന്നി
ബഹുമാനമുള്ളവരെയൊക്കെ അദ്ദേഹം നിസ്സാരമായിട്ടാണ് കാണുന്നത് എന്നാണ്. അങ്ങനെയാണ് തോന്നിയത്. കാരണം എം ടി സാർ ആരോടും പ്രതികരിക്കില്ല. എന്നാൽ അതല്ല കാര്യമെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അദ്ദേഹം എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും ജീനിയസ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും അവാർഡുകൾ കിട്ടിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മൗനത്തെ നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി എന്നാണ് കമൽഹാസൻ പറയുന്നത്. എം ടി സാറിൻ്റെ തിരക്കഥകളിൽ ഏറ്റവും നന്നായി ചിത്രീകരിച്ച സംവിധായകരിൽ ഒരാളാണല്ലോ ഹരിഹരൻ സാർ. ആർക്കും തർക്കം ഉണ്ടാവാൻ വഴിയില്ല. അതിപ്പോൾ ഇടവഴിയിലെ പുച്ചമിണ്ടാപ്പിച്ച ആയാലും, പഞ്ചാഗ്നി ആയാലും, അമൃതംഗമേ ആയാലും, വടക്കം വീരഗാഥ ആയാലും, നമുക്ക് ജാനകിക്കുട്ടി ആയാലും എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റ് മനോഹരമായി ചിത്രീകരിച്ച, സീരിയസ് ആയി ചിത്രീകരിച്ച സംവിധായകനാണ് ഹരൻ സാർ. എം ടിയുടെ സിനിമ കണ്ട് തീരുന്നതോടെ അവസാനിക്കുന്നില്ല. അതൊരു അനുഭവമാണ്. ആ കഥയും കഥാപാത്രങ്ങളും നമ്മളെ പിന്തുടരുകയും അസ്വസ്ഥമാക്കുകയും ചെയ്യും എന്നാണ് ഹരൻ സാർ പറയുന്നത്. തൻ്റേതായ ചലച്ചിത്ര സംസ്കാരം എം ടി മലയാള സിനിമയിലുണ്ടാക്കി. എം ടിയുടെ ഗാനരചയിതാവ് കൂടിയാക്കിയ സംവിധായകനാണ് ഹരിഹരൻ സാർ എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. വളർത്തു മൃഗങ്ങളിലെ ഗാനങ്ങൾ എം ടിയാണ് എഴുതിയത്. ഹരിഹരൻ്റെ വെള്ളം ക്ലൈമാക്സ് ഒരു ഗ്രാമം മുഴുവൻ വെള്ളപ്പൊക്കത്തിൽ. കുങ്കുമം തറവാട്ടിൽ ഉണ്ണിമായ തനിച്ച്. ആരും വിളിച്ചിട്ട് അവർ വരുന്നില്ല. ഒടുവിൽ കൃഷ്ണനുണ്ണി അർദ്ധരാത്രി കൊതുമ്പ് വെള്ളവുമായി പോയി ഉണ്ണിമായയെ രക്ഷിച്ചു കൊണ്ടുവരും. 2 വാചകങ്ങളിൽ എം ടി എഴുതിയ ക്ലൈമാക്സ് 20 ദിവസമാണ് ഹരൻ സാർ ഷൂട്ട് ചെയ്തത്. ആ വെള്ളത്തിൽ ഇന്നത്തെ ഡിജിറ്റൽ ഒരു ഡെവലപ്മെൻറ്റ്സും ഇല്ലാത്ത കാലത്ത് എങ്ങനെ ചിത്രീകരിക്കും? നമ്മൾ അത്ഭുതം തോന്നും. നസീർ സാർ ആ തറവാട്ടിൽ വെള്ളം കയറി കിടക്കുന്ന തറവാട്ടിൻ്റെ 1ാം നിലയിലൂടെ ഇങ്ങനെ വള്ളം തൊഴിഞ്ഞു പോകുന്നതൊക്കെ കണ്ടാൽ മനോഹരമായ സിനിമയായിരുന്നു. 2 പേരുടെയും തട്ടകം കോഴിക്കോടായതിനാലാകാം എം ടിയും ഹരിഹരനും ഒന്നിക്കുമ്പോൾ ആ ചിത്രത്തിനൊരു ഹരം പ്രേക്ഷകനുണ്ടാകുന്നു. വടക്കം പാട്ടുകളിലൊക്കെ നായികയുടെയോ നായകൻ്റെയോ കാഴ്ചപ്പാടിൽ കഥ പറയും. എല്ലാത്തിലും ചതിയനായിരിക്കും ചന്തു. ചന്തുവിൻ്റെ കാഴ്ചപ്പാടിലാണ് എം ടി വടക്കം വീരഗാഥയിൽ കഥ പറഞ്ഞത്. പാണന്മാർ പാടിയ വാമൊഴികളല്ല സത്യമെന്ന് ചിന്തയിൽ നിന്നും എം ടി പറഞ്ഞു വിശ്വസിപ്പിച്ചു. എം ടിയും ഹരിഹരനും കൂടി ചെയ്ത എവിടെയോ ഒരു ശത്രു പെട്ടിയിൽ ഉറങ്ങുകയാണ്. നമ്മുടെ പിന്നെ മാദക നൃത്തമൊക്കെ ചെയ്ത അനുരാധയാണ് എവിടെയോ ഒരു ശത്രുവിലെ നായിക. സുകുമാരനും വേണുനാഗവള്ളിയുമായിരുന്നു നായകന്മാർ. നമ്മുടെ മാതൃഭൂമിയുടെ വീരേന്ദ്രകുമാർ സാറിൻ്റെ ബന്ധു, അനുജനോ അങ്ങനെ ആരോ ഒരാളാണ്, ജൈനേന്ദ്രകുമാർ എന്നോ എന്തോ പറഞ്ഞ ഒരാളാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്തത്. പടം സെൻസർ ചെയ്തിട്ട് പോലും പുറത്ത് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ എം ടി സാറും ഹരിഹരൻ സാറും കൂടി ചെയ്ത എവിടെയോ ഒരു ശത്രു പെട്ടിയിൽ അകാലത്തിൽ ഉറങ്ങുകയാണ്. ഇനി ഒരിക്കലും ഉണരില്ല. ഇരുവരുടെയും നല്ല ചിത്രമാണ് എന്നാണ് ഹരൻ സാർ പറയുന്നത് എവിടെയോ ഒരു ശത്രുവിന്. ഈ സിനിമ വർഷങ്ങൾക്ക് ശേഷം 7ാം വരവ് എന്ന പേരിൽ വീണ്ടും ചെയ്തുവെങ്കിലും എവിടെയോ ഒരു ശത്രുവാണ് നല്ല ചിത്രം എന്നാണ് ഹരൻ സാർ പറയുന്നത്. 7ാം വരവിൽ നമ്മുടെ വിനീതും ഇന്ദ്രജിത്തും ഭാവനയാണ് അഭിനയിച്ചത്. എനിക്ക് തോന്നുന്നു അനുരാധയുടെ വേഷം ഭാവനയ്ക്കാണ് കൊടുത്തത്. അത് തന്നെ ഒരു മിസ്കാസ്റ്റ് അല്ലേ? അനുരാധ ചെയ്ത വേഷം എങ്ങനെ ഭാവന ചെയ്യും? എന്തായാലും ഞാൻ എൻ്റെ തിരക്കഥ വാങ്ങി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എവിടെയോ ഒരു ശത്രുവിന്. നമ്മളിപ്പോൾ എം ടി സാറിനെ കുറിച്ച് ഇത്രയും പറയുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തുന്നത്. ഇതിൻ്റെ 2ാം ഭാഗത്തിൽ ഒരുപാട് രസകരമായ കഥകൾ പറയാനുണ്ട്. ക്യാമറാമാൻ അഴകപ്പൻ ആദ്യമായി അദ്ദേഹത്തിൻ്റെ 4 ഘട്ടം എന്ന് പറഞ്ഞ സീരിയൽ വർക്ക് ചെയ്യാൻ പോയപ്പോൾ രസകരമായ കഥ, മോഹൻലാൽ എം ടി സാറിനെ വിലയിരുത്തുന്ന അടക്കം 2ാം ഭാഗത്തിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.